നമുക്ക് സവോളയുടെ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ. ഇതിനാവശ്യമായ സാധനങ്ങൾ, ഇത് 2 സവോളയാണ്, അരിഞ്ഞതാണ്. ഇതിനകത്ത് 2 പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ടാണ് സവോള അരിഞ്ഞിരിക്കുന്നത് കേട്ടോ, ഒത്തിരി ചെറുതാണ്. പിന്നെ ഇതിന് വേണ്ടത് ഇതാണ്, മല്ലിയിലയാണ്. മല്ലിയില വേണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇതിനകത്ത് എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണ് കേട്ടോ, കുറച്ച്. പിന്നെ ഉപ്പ്, ഇത്ര സാധനം മതി. ഉപ്പ് വളരെ കുറച്ച് ഇട്ടാൽ മതി. എന്നാന്ന് ചോദിച്ചാൽ ആട്ടയിലും ഉണ്ടല്ലോ, ഉപ്പ് ഇടുവല്ലോ നമ്മളെ. ഓക്കെ, അപ്പോൾ ഞാനിത് മിക്സ് ചെയ്യുവാണ് നല്ലപോലെ. ഒത്തിരി നേരം വെക്കരുത്. മിക്സ് ചെയ്തിട്ട് ഒത്തിരി നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ വെള്ളം ഇറങ്ങുവേ. നമ്മൾ മിക്സ് ചെയ്ത ഉടനെ അങ്ങ് ഇത് ഉണ്ടാക്കിക്കോണം. അപ്പൊ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. വേണ്ട, ഞാൻ ആട്ട എടുത്തു. നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആട്ട എടുത്തിട്ട് നമ്മളിങ്ങനെ ആക്കി. ഇത് നമ്മൾ പരത്താൻ നേരം ബുദ്ധിമുട്ട് വരും, എന്നാലും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ നിറച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് നിറച്ചു കഴിഞ്ഞ് ഇത് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യുമ്പം ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ. അത് കഴിഞ്ഞ് ഈ സൈഡും കൂടെ നമ്മൾ ഇങ്ങനെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഈ ആട്ടയെ നമ്മൾ ഇതങ്ങ് എടുത്തു മാറ്റി. ഓക്കെ, അത് കഴിഞ്ഞ് ഇതെന്റെ കയ്യേന്ന് പറ്റിയതാണ് കേട്ടോ, മേളിലൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. ഇവിടെ അപ്പൊ ഞാൻ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉരുട്ടിയെടുത്തു. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കണേ. കൈ ഒന്ന് അയച്ച് ഇതിങ്ങനെ പതുക്കെ ഒന്ന് പരത്തി എടുക്കണം കേട്ടോ. ആട്ടപ്പൊടിയിൽ മുക്കിക്കൊണ്ടിരിക്കണമേ. അപ്പൊ ഇത് മൊത്തത്തില് ഇത് പറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് പരത്തി കഴിയുമ്പോൾ ഇത് പിന്നെയും മിക്സ് ആവും കേട്ടോ. അപ്പം 2 തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് പതുക്കെ പരത്തിയാലേ ഇതിങ്ങനെ ആയി കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് മിക്സ് ആയിട്ടുണ്ട്. വേറൊരു തരം കൂടെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ. വേറൊരു തരത്തിന് ഇതാണ് ഞാൻ ആട്ട എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ വെച്ചിട്ട് ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് അപ്പത്തേനും നമുക്ക് ഇതൊന്ന് മറിച്ചും കൂടെ കൊടുക്കാമേ. അറിയാതെ നോക്കണേ. ഇതിനകത്ത് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കാം നമുക്ക് കേട്ടോ. നല്ല മണം വരുന്നുണ്ടേ. സവോളയുടെ ഉള്ളിയുടെ മണമില്ലേ, ആ മണം നല്ലൊരു ഉള്ളിവടയുടെ ഒക്കെ മണം പോലെ ഉണ്ട്. ഇത് നെയ്യ് പുരട്ടി കൊടുത്തു, മറിച്ചിട്ടു. ഇനി ഇതിനകത്ത് ഞാനിത് ഒന്നുകൂടെ ഒന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് ഉരുട്ടി കൊടുക്കുവേ. ഇതിനകത്തോടെ നിറച്ചിട്ട് ഞാൻ ഇങ്ങനെ ഉരുട്ടി എടുക്കുവേ. അപ്പൊ ഇത് മൊത്തത്തിൽ അങ്ങ് മിക്സ് ആകുവേ. ഇത് കണ്ടോ, ഇതിങ്ങനെ മിക്സായി. ഉള്ളി എല്ലാം താഴെ വീഴുന്നുണ്ട്. അത് സാരമില്ല, അത് ഇപ്പം ഞാൻ എടുത്തോളാം. നമ്മൾ പിന്നെ ആട്ടപ്പൊടിക്കകത്തും ഇട്ട് കുഴയ്ക്കാം കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇത് ഞാൻ ഈ താഴെ വീണത് ഇവിടെ വെച്ച് പരത്തുമായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തു. ഇതിനി ആട്ടപ്പൊടിയിൽ മുക്കണം. ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ആട്ടപ്പൊടിയിൽ മുക്കി. മറക്കരുത്, സവാള അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്നാൽ കുറച്ച് നേരമായെങ്കിൽ അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണേ. ഇനി ഇത് സവാളയിലേണ്ട ഈ പൊറോട്ട ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് പകുതി ഒഴിച്ചിട്ട് അത് നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച് പിന്നെ അത് വലുതാണെങ്കിൽ നടുവേ മുറിച്ചിട്ട് നമുക്ക് ഇത് ദോശക്കല്ലിലിടാം, ചപ്പാത്തിക്കല്ലിലിടാം, അല്ലെങ്കിൽ അത് മൊത്തത്തോടെ എടുത്ത് നമുക്ക് അതിലിടാം. കൈ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളുടെ ആ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇല്ലേ,
അതുകൊണ്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മുറിച്ചിട്ടില്ല, ഇത് ഞാനിങ്ങനെ വെച്ചത്. മറിച്ചിട്ട് കഴിഞ്ഞപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ ഒന്നുകൂടി നമുക്ക് മറിച്ചിടണം. അപ്പോൾ ഇവിടെ നെയ്യ് വരട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ തിരിച്ചിടും. അപ്പോൾ തിരിച്ചിട്ടിട്ട് പിന്നെ